അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടമാനം സബ്സ്ക്രൈബർ, ഒരുപാട് ഫോളോവേഴ്സ്, കൗമാരപ്രായത്തിലുള്ള പിഞ്ചു മക്കളടക്കം പഠിക്കുന്ന കുട്ടികളുടെ അടക്കം സ്വാധീനം ചെലുത്തിയ, അവരൊക്കെ ഫാനാക്കി മാറ്റാൻ പറ്റിയ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദ്. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി, ഒരാൾക്ക് ഉപകാരമില്ലെങ്കിലും വളരെയധികം ജനങ്ങളെ, വിശിഷ്യ കുട്ടികളെ വഴിപഴപ്പിക്കാൻ വേണ്ടി അതിലൂടെ പണമുണ്ടാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തൊപ്പി എന്ന നിഹാദ്. ഒരു മുസ്ലിം കുടുംബത്തിൽ, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച അവൻ ചെയ്തു കൂട്ടുന്ന അപകടം നിസ്സാരമല്ല. എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ച് അവൻ്റെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് പൂട്ടിയില്ലെങ്കിൽ അവനെ തൊഴുതാനും അവനെ ഫാനാക്കാനും, അവൻ വരുന്നിടത്ത് പോലീസ് വരെ നിറഞ്ഞു നിന്നുകൊണ്ട് വളാഞ്ചേരിയിലൊക്കെ വന്ന് വളരെ മോശമായ പാട്ടും പാടി എന്തൊക്കെയാക്കി, അതിനും കുറേ ആളുകൾ. ഏത് കച്ചറക്കാണെന്ന് ജനങ്ങൾ കൂടുതൽ, നല്ലതിനൊന്നും ജനങ്ങൾ വരൂല, നല്ലതൊന്നും കേൾക്കാനും ആളുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണത്. നല്ല കാര്യങ്ങൾ കേൾക്കാൻ ആളുണ്ടാവില്ല, അവർക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് വേണ്ടാത്ത എന്തെങ്കിലും കച്ചറുണ്ടോ അതിലെല്ലാവരും ഉണ്ട്, വളരെ ഇൻട്രസ്റ്റഡാണ്. നല്ലതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നാവിൻ തുമ്പിൽ നമുക്കൊക്കെ ഇസ്ലാമുള്ളൂ, ഹൃദയത്തിലില്ലാത്ത അവസ്ഥയാണ്. എല്ലാം വളരെ മോശമായൊരവസ്ഥ, നിസ്സാരമായിട്ട് കാണാൻ പറ്റിയതല്ലത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിയമങ്ങൾ അവനെതിരെ ശക്തമായ നടപടിയെടുക്കണം. കാരണം പിഞ്ചു കുട്ടികളുടെ ഭാവിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ മക്കളോട്, ചെറിയ കുട്ടികളോടൊക്കെ തൊപ്പിയോ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഫോൺ യൂസ് ചെയ്യാത്തവർ, ഉമ്മാടെ ഫോണൊന്നും ബന്ധപ്പെട്ടവരെ ഫോണിൽ നടക്കും അവൻ്റെ സബ്സ്ക്രൈബറായിട്ട് അവൻ്റെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. എന്താ കാട്ടിക്കൂട്ടുന്നത്? വൃത്തികേട് മാത്രം. ഭക്ഷണം എടുത്തിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിലൂടെ, ഫാനിൻ്റെ ഉള്ളിലൂടെ ഗുഹ്യസ്ഥാനത്തേക്ക് ഇടുക, എന്തൊക്കെയോ വൃത്തികേടുകൾ ഇങ്ങനെ കാണിക്കുക. അത് അരം പിടിക്കാൻ കുറേ ആളുകളും. എന്താ നമ്മുടെ സമൂഹത്തിന് പറ്റിപ്പോയത്? വേണ്ടാത്തത് വേണ്ടാന്ന് വെക്കാൻ നമ്മളെ കുട്ടികളെ ശരിക്കും ബോധവൽക്കരിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട്, ഒരുപാട് ദോഷമുണ്ട്. ദോഷത്തെ കണ്ടറിയാൻ കഴിയണം. പക്വതയില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അപകടമാണ്. കുഞ്ഞു മക്കളെ കയ്യിലൊക്കെ ഫോണാണ്. വിശേഷിച്ച പ്രവാസികളായ ആളുകൾ 18ഉം 20ഉം അതല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫോണങ്ങ് മേടിച്ചു കൊടുത്തിക്കുകയാണ്. എൻ്റെ കുട്ടി യൂസ് ചെയ്യട്ടെ, എൻ്റെ കുട്ടിയുടെ ആഗ്രഹം നടക്കട്ടെ, എന്നിട്ട് എല്ലാവരും അതിൻ്റെ പുറകെയാണ്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമും മറ്റൊക്കെയായി പ്രേമവും ചുറ്റുപാടും ആകുമ്പോഴായിരിക്കും രക്ഷിതാക്കൾ തലയിൽ കൈവെക്കുക. നമ്മൾ സൂക്ഷിക്കണ്ടേ? ഈ തൊപ്പിയിൽ അപകടങ്ങൾ, വളരെയധികം അപകടം പതിയിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ മനസ്സാകെ ദീനി രംഗത്ത് മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്ന് മാറ്റുന്നുണ്ട്. മനുഷ്യത്വം തന്നെ ഇല്ലാണ്ടാക്കുന്ന പരിപാടികളല്ലേ ഇതിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്ത് അവന് ബ്രൗൺ ഷുഗറും കഞ്ചാവും MDMഉം എന്തൊക്കെയോ പിടിക്കപ്പെടുന്നു എന്ന് പറയുന്നു. എന്താണ് അവനെ പൂട്ടാത്തത്? അവൻ്റെ സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് പൂട്ടുന്നില്ല? കാരണം സമൂഹത്തിന് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും നിസ്സാരമായിട്ട് കണ്ടുകൂടാ. ഒരു കോമഡി ആയിട്ടാണ് എല്ലാവരും ഇത് കാണുന്നത്, വൻ കോമഡി. അതാണ് തമ്പുലയിൽ വെച്ച് വൻ കോമഡി ആയിട്ട്. ഇതൊരു ഒരു വലിയ ഗുരുതരമായ അപകടമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കേടല്ലേ? അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. നമ്മുടെ മക്കൾ വഴിപഴക്കുന്ന ഒന്നിലും രക്ഷിതാക്കളെ നിങ്ങൾ അവർക്ക് സ്വാധീനം, അവസരം ഉണ്ടാക്കരുത്. നമ്മളെ കുട്ടികൾ നശിച്ചു പോകരുത്. നമ്മളെ കുട്ടികൾ നമ്മളെ നാട്ടിൻ്റെ നട്ടെല്ലുകളാണ്. അവർ നാളെ നാട്ടിനെ ചുക്കാൻ പിടിക്കേണ്ട യുവസമൂഹമാണ്. അവരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നശിപ്പിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞ പറമ്പാണ്. അവിടെ കാട്ടുണ്ട്, തീട്ടുണ്ട്, പുല്ലുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം തിന്ന അവിടെ ഒഴിച്ചിട്ടൊരു പോത്തിനെ, ഒരു മൃഗത്തെ അങ്ങോട്ട് വിട്ടാൽ എല്ലാം തിന്നു. അവിടെ നല്ലതുണ്ട്, തീയതുണ്ട്. പക്ഷെ നല്ലതിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചുവിടാൻ, മോശമായതിൽ നിന്ന്, അപകടത്തിൽ നിന്ന് മാറ്റാൻ
നമുക്ക് കഴിയണ്ടേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.